നമ്മളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് നിങ്ങളവിടെ ഉണ്ട്. എന്താണ് അവിടെ കാണുന്ന അനുഭവങ്ങൾ, അതുപോലെ തന്നെ അവിടെ സേവനത്തിന് വരുന്ന മനുഷ്യർ, അവരുടെ ഒരു സഹകരണം, അതുപോലെ തന്നെ അവിടെ നാട്ടുകാർ, കുടുംബങ്ങൾ, എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാനുള്ളത്? പ്രത്യക്ഷത്തിൽ വലിയൊരു, അതായത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നടുങ്ങുന്ന ഒരു ദുരന്തമാണ് അവിടെ നടന്നിട്ടുള്ളത്. കാരണം ഇനിയും അനേകം ബോഡികൾ അവിടുന്ന് കിട്ടാനുണ്ട്. അത് നമുക്ക് കിട്ടുമോയെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് അത്രയും വലിയ പാറക്കെട്ടിനടിയിലാണ് 2 നില വീടുകൾ താഴ്ന്നു കിടക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഒരു 6 ബോഡി എടുക്കുന്നത് കണ്ടു. ഈ 6 ബോഡിയും ഒരേ കുടുംബത്തിലുള്ളവരാണ്. ഒരു വീട് അടിയിൽ പോയി പാറയിൽ നിന്നും മണ്ണിൽ നിന്നും പാറ എടുത്തതിന് ശേഷം മണ്ണെടുത്തതിന് ശേഷമാണ് വീടിൻ്റെ ഉള്ളിൽ പോയി. 2 നില വീടാണ്. അപ്പം അനേകം വീടുകൾ, ഏകദേശം 50ഓളം വീടുകളുണ്ടെന്നാണ് പറയുന്നത്. ഇനിയും അതിന് കൃത്യമായിട്ടൊരു കണക്ക് കിട്ടിയിട്ടില്ല. അവിടുത്തെ പരിസരവാസികളോട് ചോദിച്ചു നോക്കിയപ്പോൾ ഏകദേശം 1000ഓളം ആൾക്കാർ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പലരിനെയും ഒരു കുടുംബത്തിലെ ഏകദേശം 1-2 ആൾക്കാരെ കിട്ടില്ല. അവരുടെ കുടുംബത്തിലെ 4-5 ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് സന്ദർശിക്കാൻ കഴിയും. വളണ്ടിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെ നന്നായിട്ടാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല സന്തോഷം. ഈവൻ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന IG റാങ്കിലുള്ള മിലിറ്ററി കേഡേഴ്സ് അടക്കം വളരെ നല്ല അഭിപ്രായമാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞത്. കേരളത്തിലല്ല, ലോകത്തിലെവിടെ പോയാലും ഇത്ര നല്ല സർവീസ് നമുക്ക് കിട്ടാറില്ല എന്നാണ് അവർ വളരെ നിസ്സംഗതമായിട്ട് തന്നെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഏത് മേഖല എടുത്താലും നമുക്ക് ഈ ഒരു വിഷയം എടുത്താൽ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. അവിടെ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, മിലിറ്ററി ഓഫീസർ ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, സ്കൂബ ഡൈവിംഗ് ആയിക്കോട്ടെ, എല്ലാവരും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. വളണ്ടിയേഴ്സ് കൃത്യമായിട്ട് ഭക്ഷണം കൊടുത്തും നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം, തനിതായ സംസ്കാരം ശരിക്ക് ബാക്കി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഇന്നിപ്പോൾ രാവിലെ 2 ബോഡി എങ്ങനെയാണ് കിട്ടിയതെന്ന് പറയുന്നത്? 6 ബോഡി കിട്ടിയത്. ഓക്കെ. പിന്നെ ഇനി അങ്ങോട്ട് മെഷീനറികളുടെ സൗകര്യത്തോട് കൂടിയിട്ട് മാത്രമേ ഇനി അങ്ങോട്ട്, അതായത് മനുഷ്യപ്രയത്നം കൊണ്ട് കിട്ടാനുള്ളത് അവസാനിച്ചു എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. അതായത് ഇന്നലത്തോടെ പാലം നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വലിയ വാഹനങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയുള്ള ബോഡികൾ പെട്ടെന്ന് കിട്ടും എന്നാണ് അവിടെയുള്ളവരുടെ നിഗമനം. പോലീസും അതുപോലെ മിലിറ്ററി എല്ലാം പറയുന്നത്. ഓക്കെ.